ഹലോ, ഗുഡ് മോർണിംഗ്. രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ പറയാം. അപ്പോൾ ഇന്നത്തെ 27/4/25 കഥയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ മറ്റേ നമ്മുടെ പൂക്കളൊക്കെ കൊണ്ടുവന്ന് സച്ചി പറയുകയാണ്, പൂക്കളൊക്കെ കൊണ്ടുവന്നു രേവതിയോട്. അച്ഛാ, പൂക്കളൊക്കെ കൊണ്ടുവന്നു എന്ന് പറയുമെന്ന് അറിയണേ രേവതിയോട്. അപ്പോൾ പിന്നെ അച്ഛാ പറയാച്ചാ എന്നറിയണം. അപ്പോൾ മറ്റേ രവി പറയുന്നുണ്ട്, അപ്പോൾ മുതലാളി പൂക്കളൊക്കെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ശരി അച്ഛാ എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ ഇനിയിപ്പോൾ പൂക്കളൊക്കെ എടുത്ത് വെക്കണമല്ലോ, അകത്തേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ വരെ അറിയും, വേണ്ട അവിടെ ഒരുത്തം വെറുതെ ഇരിക്കണ്ടല്ലോ, അവനെ വിളിക്കാം, അവൻ കൊടുത്തു അവനും കൂടെ ചേർത്ത് പൂക്കളൊക്കെ എടുത്ത് വെക്കുക അകത്തേക്കെന്ന് അറിയാൻ. അപ്പോൾ അങ്ങനെ ശ്രുതിനെ വിളിക്കുകയാണ് പൂക്കളൊക്കെ കൂടെ അകത്തേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതിൽ പറയും, എനിക്കൊന്നും വയ്യ പൂക്കൾ എടുത്ത് വെക്കാമെന്നറിയാം. പറയും, വാ അങ്ങോട്ട് വാ, വെറുതെ ഇരിക്കല്ലേ നീ അവിടെ നോക്കിയിട്ട്, ബാക്കി എല്ലാവർക്കും ജോലിയുണ്ട്, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ എന്നെ കൊണ്ട് വയ്യാന്നറിയാം. അവസാനം ശ്രുതി പറയും, പോണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തണ്ടേ. അപ്പോൾ രവി പറയും, ഒന്ന് ചെല്ലടാ, ഒന്ന് പോയി സഹായിക്കുക, എല്ലാവരും കൂടെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ രവി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛാ, ഞാൻ എൻ്റെ ഡിഗ്രി, നീ നിൻ്റെ ഡിഗ്രിയും കൊണ്ട് ഇപ്പോൾ അവിടെ നിന്ന് വന്ന് പൂക്കൾ എടുത്ത് വയ്ക്കാൻ അറിയും. അപ്പോൾ സച്ചി അറിയും, ഇങ്ങോട്ട് വാടാ പൂക്കൾ എടുത്ത് വയ്ക്കാന്ന് പറയും, ഇത് വലിയ കാനൊന്നുമില്ല എന്നറിയും. അപ്പോൾ വന്നിട്ട് ഒരു കുമ്പിൾ പൂ എടുത്തും കൊണ്ട് പറയും, അങ്ങനെയല്ല, അത് മുഴുവൻ ബോക്സുകൾ അവിടെ അകത്ത് കൊണ്ടുവയ്ക്കുക, അവിടെ കൊണ്ടിട്ട് കൊടുക്കുക എന്നൊക്കെ പറയും. അങ്ങനെ 2 ബോക്സ് എടുത്ത് കൈ കൊടുക്കുക. അച്ഛാ അതൊന്ന് പിടിക്കാച്ചാന്ന് പറഞ്ഞിട്ട് സുധീൻ്റെ കുറേ കാട്ടിക്കൂട്ടലുകൾ എന്നിട്ട് അങ്ങനെ പൂക്കളൊക്കെ കൊണ്ടിട്ട് കൊടുക്കുകയാണ് ഇവർക്ക്. ഇങ്ങനെ മറ്റേ പൂവ് കെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കൊണ്ടുപോയി പൂവിട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ സുധി. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വർഷ ഡബ്ബിങ് ചെയ്യണേ. വർഷം ഇങ്ങനെ ഡബ് ചെയ്യുന്നതാണ് കേട്ടോ. ഡബ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയും, സാർ ഞാൻ പുറത്ത് പോയി ഊണ് കഴിക്കാം, സമയമായില്ലേ എന്നറിയാം. പറയും, അതിനൊന്നും ആവശ്യമില്ല, അവിടെ ഫുഡ് വന്നിട്ടുണ്ട്. അറിയാം, ഫുഡ് വന്നോ എന്ന് നോക്കും. ഇപ്പോൾ ആരാ ഫുഡ് ഉണ്ടോയെന്ന്, താൻ വാടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ വിളിക്കുകയാണ് വർഷേനെ കേട്ടോ. അപ്പോൾ ചെല്ലുമ്പോൾ പിന്നെ നോക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, അവളുടെ ഭർത്താവുണ്ടല്ലോ ശ്രീകാന്ത്, അവനാണ്. അപ്പോൾ പറയും, ശ്രീകാന്തോ നിൽക്കും. അപ്പോൾ എന്ത് പറ്റിയെന്ന്, മറ്റേത് ഓർഡർ ചെയ്ത ആൾക്കാരെ കൈ കൊടുത്തേക്കല്ലോ, എന്ന് എന്ത് പറ്റിയിരുന്നു? ഒന്നുമല്ല എന്ന് പറയും. എന്തെങ്കിലും അത്ഭുതം നടന്നു, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവളെ. ഒന്നല്ലടോ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നെന്നെ അറിയും, വെറുതെ എന്നറിയും. അല്ല സത്യം, ഞാൻ നിന്നെ കാണണം, നമ്മൾ വെറുതെ വഴക്ക് കൂടിയിട്ട് ഇതായതല്ലേ, എനിക്കപ്പോൾ നിന്നെ ഒന്ന് കാണാൻ തോന്നി, അതുകൊണ്ടാണെന്ന് അറിയട്ടോ. അങ്ങനെ സംസാരിച്ച് മറ്റേ നീ ഭക്ഷണം കഴിക്കുക, വിശന്നിരിക്കണ്ട എന്നൊക്കെ പറയും. അപ്പോൾ പറയും, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയട്ടോ വർഷ. അപ്പോൾ പറയും, അതല്ലടോ, നമ്മൾ ഇങ്ങനെ ഉറക്കെ സംസാരിക്കുമ്പോൾ വഴക്ക് കൂടുമ്പോൾ അത് വല്ലാത്തൊരു ഇതായി പോണു. അപ്പോൾ എന്തായാലും താനെ എനിക്കൊരു സമ്മാനം തന്നല്ലോ. അറിയും, സമ്മാനോ, ഞാനോ, എന്ത് സമ്മാനം എന്ന് പറയുമ്പോൾ ഉമ്മ കൊടുത്തതാണ് പറയേണ്ടത് കവളത്ത്. അപ്പോൾ വഴക്ക് കൊടുക്കഴിഞ്ഞാൽ ഒരു ഉമ്മ തന്നു കഴിഞ്ഞാൽ എനിക്കിതുപോലെ ഫുഡ് കൊടുന്നു തരുമല്ലേ എന്ന് പറയുമ്പോൾ അതിനെന്താ തീർച്ചയായും കൊടുന്നു തരും എന്നൊക്കെ അങ്ങനെ പറയാം. അവരുടെ മാത്രം സന്തോഷം, തമ്മിലും പരസ്പരം നല്ല സ്നേഹമാണ് അവർ തമ്മിൽ കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കൊടുക്കുകയാണ്. ഫുഡ് പറയും, നീയും കഴിക്കുക ശ്രീകാന്ത് അറിയും. വേണ്ട, നിനക്ക് വേണ്ടി കൊണ്ടുവന്നല്ലേ, നീ കഴിക്കുക അറിയാം. അതല്ല, നീയും കൂടെ കഴിക്കുക അറിയാം. അങ്ങനെ 2 പേരും കൂടെ ഷെയർ ചെയ്ത് ഫുഡൊക്കെ കഴിക്കണം. പറയും, നമ്മളുടെ വഴക്ക് പുറത്തേക്ക് കേൾക്കേണ്ട, അമ്മ എന്നോട് ചോദിച്ചു എന്ന് പറയും ശ്രീകാന്ത്. പറയും, എന്നോടും ചോദിച്ചു. അപ്പോൾ അമ്മ ആരും അറിയരുത്, നമ്മൾ തമ്മിൽ വഴക്കണക്കെ നമ്മുടെ റൂമിൽ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, മറ്റേത് മോശമാണ് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. ഇനി നമ്മൾ വഴക്ക് എന്തിനാണ് ഉണ്ടാക്കേണ്ടത് അറിയാം, എനിക്കും വഴക്ക് കൂടി മതിയായി അറിയും വർഷ കേട്ടോ. എനിക്കും മതി, ഇനി നമുക്ക് വഴക്ക് കൂടണ്ട കേട്ടോ, നമുക്കിങ്ങനെ സ്നേഹിച്ചു പോവാം. ഞാൻ പേടിച്ചിരുന്നു, നമ്മുടെ വഴക്ക് ഇങ്ങനെ നീണ്ടു പോകുമെന്ന് ഞാൻ പേടിച്ചിരുന്നു എന്നിങ്ങനെ പറയൂ കേട്ടോ. പറയും, എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു പറയും. എന്തായാലും നീയായിട്ട് വഴക്ക് അവസാനിപ്പിച്ചതല്ലേ. പറയും, ഞാനല്ലല്ലോ വഴക്കുണ്ടാക്കുന്നത്, ശ്രീകാന്തല്ലേ. ശരി, ഇപ്പം ഞാൻ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാൻ നിൽക്കണോ, അത് വേണ്ടത്താൻ ഭക്ഷണം കഴിക്കാറ്. അങ്ങനെ 2 പേരും കൂടെ സ്നേഹിച്ച് പരസ്പരം വളരെ ഇതായി കഴിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ കാണുന്നത് പൂക്കൾ മറ്റേ പൂക്കൾ ഇവിടെ സച്ചി പൂവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ പറയും, 58 മാലയില്ലേ അച്ഛന്ന് പറയുമ്പോൾ 58 60 മാലയെന്ന് അറിയും. ഇതാ ഞാൻ കണക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും ഭയങ്കര ഉഷാറായിട്ടിരുന്ന് പൂമാല കെട്ടുന്നതൊക്കെയാണ് കേട്ടോ. അത് ഭയങ്കര സന്തോഷമായിട്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ബാമ കയറി വരുന്നുണ്ട് കേട്ടോ. ബാമ പറയുമ്പോൾ, ഇവിടെ എന്താ വിശേഷം, നീ എന്താ? അപ്പോഴേക്കും ബാമയെ കാണുമ്പോൾ ചന്ദ്ര ഓടി ചെല്ലാണ്. അതിൽ അറിയാം, എന്താ ഇവിടെ വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അതോ എന്നൊക്കെ പറയുമ്പോൾ സച്ചി ഒരു 500 മാലയ്ക്ക് ഓർഡർ എടുത്തിട്ടുണ്ട്, അതാണ് ബാമയെ നാളെ രാവിലെ കൊടുക്കണമെന്ന് അറിയും. അപ്പോൾ പറയാം, അത് ശരി, നീ എന്തിനാ ചന്ദ്രയെ വരാൻ പറഞ്ഞത്, ഇത് പറയാൻ വേണ്ടിയിട്ടാണോ വരാൻ പറഞ്ഞത് അറിയാം, നീ ഇങ്ങോട്ട് അകത്തേക്ക് വാന്നറിയും. അപ്പോൾ നമ്മുടെ സച്ചിയല്ലേ ആൾ. സച്ചി അറിയാം, എന്തായാലും ബാമാൻ്റി വന്നില്ല, ബാമാൻ്റിയും കൂടെ ഒന്ന് സഹായിക്കുക, എന്നാൽ അത് എളുപ്പം കഴിയുമെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ബാമയ്ക്കും പൂമാല കെട്ടാൻ അറിയാം. അപ്പോൾ പറയും, പോടാ അവിടുന്ന്, ബാമ എന്നെ കാണാൻ വേണ്ടി വന്നത് തന്നെ. എന്തിനപ്പോൾ വെറുതെ ഇത് പറയാൻ നിൽക്കുന്നുണ്ട് ബാമ, നീ എന്താണ് ബാമ എൻ്റെ അടുത്തേക്ക് വന്നതാണെന്ന് പറയും ചന്ദ്ര.
അത് പറയും അതൊന്നല്ല, പിന്നെ അതൊക്കെ പിന്നെ ബാമാൻറ്റി ഒന്ന് കൂട് ബാമാൻറ്റി എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ബാമാൻറ്റി നല്ല ബാമാൻറ്റിയാണ്, എനിക്കറിയാം നല്ല സ്നേഹമുള്ള ബാമാൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ബാമേനെ സോപ്പിട്ട് ഇങ്ങോട്ട് തപ്പിച്ചെടുക്കും നമ്മുടെ സച്ചി. അപ്പോൾ പറയും എന്നാൽ ശരി, നീ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം, ഞാൻ അവരെ ഒന്ന് സഹായിക്കട്ടെ പറയും ബാമ കേട്ടോ. അപ്പോൾ പറയും രവി അറിയപ്പെടുത്ത വഴിക്ക് ഒരു ചായ വേഗം ഉണ്ടാക്കുക എന്നറിയാം. അപ്പോൾ പറയും ചായ എന്നറിയാം. ചായ ഉണ്ടാക്കി, എനിക്കും വേണം ചായ, നീ ചായ ഉണ്ടാക്കുക വേഗം പോയിട്ട് അറിയും. അപ്പോൾ ഇങ്ങനെ സഹി കെട്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ ചന്ദ്ര ഇതൊക്കെ കൂടെ കണ്ടിട്ട്. അപ്പോൾ പറയും പിന്നെ എന്താണ് കുറേ കുറ്റവും പറയുന്നുണ്ട്, പക്ഷേ ശ്രുതിയുടെ കഴുത്തിലൊരു മഞ്ഞച്ചരട് വീണത് ആരും ശ്രദ്ധിച്ചിട്ടില്ല. അവളെ സ്വർണ്ണമാലയൊക്കെ ഒരു വിറ്റിട്ടാണ് മറ്റേ ആ ബ്രോയ്ക്ക് കാശ് കൊടുത്തത്, അതൊന്നും ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൽ പറയും ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സച്ചി പറയും അവിടെ ഇരുന്നാൽ മതി, പൂവ് നാശാക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട്, കാരണം അത്യാവശ്യം നല്ല തടിയുണ്ട് അവർ. അങ്ങനെ അപ്പോൾ അവരും പൂ കെട്ടാനിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ മത്സരിച്ച് പൂ കെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ ശ്രീകാന്തും വർഷയും വരും. അവർക്ക് ഇതുണ്ട് കണ്ടപ്പോൾ അതിലേറെ സന്തോഷം. പൂക്കളൊക്കെ കൂടെ അങ്ങനെ നിരത്തി കൂമ്പാരാക്കിയിട്ടുണ്ട്. എന്താ അത് നല്ലൊരു പിന്നെ പാർക്കിൽ പോയ പോലെ ഉണ്ട്, എന്ത് രസമാണ് കാണാമെന്നറിയോ എന്നൊക്കെ പറയും നമ്മുടെ വർഷ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ശ്രീകോവിലിൻ്റെ മുന്നിലേക്ക് വരുന്ന പോലെ എത്ര മണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വർഷ പറയുകയാണ്. പറയാ ഇത് അല്ലെങ്കിലും രേവതി വന്ന ശേഷം ഇതൊരു ശ്രീകോവിൽ തന്നെയാണ് എന്നൊക്കെ രവി ഇങ്ങനെ പറയൂ കേട്ടോ. രേവതി മോള് വന്നതിന് ശേഷം ഇതൊരു ശ്രീകോവിൽ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഞാനോ ഇത്ര കാലം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടായിട്ട് വയ്ക്കും. അപ്പോൾ പറയും നമ്മുടെ സച്ചി എടുത്ത വഴിക്കത്, അപ്പോൾ അതൊരു എന്താണ് ഭൂത അങ്ങനെ എന്തോ ഒരു ഇതാക്കി പറയാം അല്ലേ, എല്ലാവരും കൂടെ യക്ഷിയമ്പലമെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങോട്ട് ചിരിക്കും. ആ ചിരിക്കുന്ന സമയത്ത് എല്ലാവരും ചിരിക്കും, അവിടെ കൂടിയവരൊക്കെ ചിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ദേഷ്യം മുഴുവൻ രേവതിയെ നോക്കിയിട്ടാണ്. രേവതി അങ്ങനെ തൂറിച്ച് നോക്കുന്നുണ്ട്, കാരണം രേവതിയെ അരച്ച് കലക്കി ചന്ദ്രയ്ക്ക് കൊടുത്താൽ ചന്ദ്ര അത് കണ്ണടച്ച് കുടിക്കുക, അത്ര ദേഷ്യമാണ് അതിനോട്. അപ്പോൾ ശ്രീകാന്ത് മറ്റേ ദേവുവിനെ കാണാം. ദേവു നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ, എവിടെ ഇരുന്ന് എന്തൊക്കെയുണ്ട് വർത്തമാനം, ഇപ്പോൾ നല്ല കാര്യം അങ്ങനെ പോണു, സുഖമായിട്ട് പോണു, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതിൽ പറയും പിന്നെ എന്താണ് നിന്നെ കണ്ടിട്ട് എത്ര കാലമായി, നിൻ്റെ പഠിത്തമൊക്കെ എങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ ചന്ദ്ര അടുത്ത് വഴിക്ക് അറിയാം. അവളെ പഠിത്തം റോക്കറ്റ് പോലെ ട്രെയിൻ പോലെ പോകണം, ഇപ്പോൾ എറണാകുളം എത്തിയെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ശ്രുതിയും കൂടി ഇരുന്ന് ഇങ്ങനെ ചിരിക്കും കേട്ടോ, കാരണം ഇവർ മൂന്നാളും ഒരു കെട്ട ഒരേ സ്വഭാവമാണ് മൂന്നാളതും. അപ്പോൾ ഒന്നും മിണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ വർത്തമാനങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്രീകാന്ത് പറയും നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് പറയും. അപ്പോൾ വർഷയും പറയും പിന്നെ ദേവു നിന്നെ കണ്ടതിൽ ഒരുപാട് കുറേ ആയില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് അറിയുമ്പോൾ അതേ വർഷം കുറേ കണ്ടിട്ട് നകും. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കാനാണ്. അപ്പോൾ പറയും പിന്നെ എനിക്കും പൂ കെട്ടണം പഠിക്കുന്നത്. അപ്പോൾ പറയും നിങ്ങൾ ആദ്യം ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ പറയും ചന്ദ്ര. അപ്പോൾ പറയാം എന്നൊന്ന് പോയി ഫ്രഷായി പറഞ്ഞപ്പോൾ അങ്ങനെ ശ്രീകാന്തും വർഷയും കൂടെ പോവുകയാണ്, വേഗം ഫ്രഷായിട്ട് വരട്ടാറുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര പോയി ചായ എടുത്തുകൊണ്ട് വരുമ്പോൾ വേഗം ശ്രീകാന്ത് എന്നാൽ മക്കളെ ചായ കുടിച്ചിട്ട് നിങ്ങൾ റൂമിൽ പോയിരുന്നു കുടിച്ചു, ഇവിടെ വരണ്ട, ഇവിടെ അപ്പടിയെ ഒരു വല്ലാത്ത മണം അറിയും, വല്ലാത്ത മണം നല്ല മണമല്ലേ പറയും വർഷ കേട്ടോ. അവൾ ഓടി വരികയാണ്, ചായ ഒന്നും കുടിക്കാണ്ട് ഓടി വന്നിട്ട് ചേച്ചി ഒന്ന് പിന്നെ പൂ കെട്ടുന്നത് തന്നെയും കൂടി ഒന്ന് പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ പറയും അതിനെന്താ നീ ഇവിടെ ഇരിക്കും, ഞാൻ പഠിപ്പിക്കാം. മോളെ നീ ഇതൊന്നും കെട്ടണ്ട, നിനക്കിതൊന്നും അറിയില്ല, നീ ഇതിലൊന്നും നിൽക്കണ്ടേ, പൂക്കാരികളെ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയും, പൂക്കാരികളാണ് വീട് നിറയെ പൂക്കാരികളാണ്, അപ്പടി ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും അതിനെന്താ ഒരു ജോലിയും കൂടെ പഠിച്ചിരിക്കണോണ്ട് ഒരു കുഴപ്പമില്ല അറിയും. നീ ഇവിടെ ഇരിക്കുക ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രേവതി നൂലെടുത്തിട്ട് ഇങ്ങനെ വാഴനാരെടുത്ത് കെട്ടണ പോലെ കാണിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് ഇത്ര സിമ്പിളാണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടുമ്പോൾ കയ്യിൽ നിന്ന് പൂവാണ്ട് തെറിച്ചു. അപ്പോൾ അറിയും എനിക്ക് പറ്റില്ല അറിയാം. അപ്പോൾ നമ്മുടെ സച്ചി അറിയും ശ്രീകാന്ത് അവളോട് പൂവ് നശിപ്പിക്കാണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പറയുന്നറിയും. ശരിയാ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ മോളെ നീ ഒരു ജോലി ചെയ്യുന്നില്ലേ ഡബ്ബിങ്, അതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റില്ല, അതും ബുദ്ധിമുട്ടല്ലേ. ആര് പറഞ്ഞു രേവതി ചേച്ചി ഡബ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറയും. അതുവരെ ആർക്കും അറിയാം, സച്ചിക്ക് വരെ അറിയില്ല രേവതി ഇങ്ങനെ ഡബ് ചെയ്ത കാര്യം, ശ്രീകാന്തിനും വർഷയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അറിയും മറ്റേ രേവതി ഡബ് ചെയ്തണോ, അപ്പോൾ എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണേ, ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അറിയാം അതേ പിന്നെ
ഒരു പ്രാവശ്യം വന്നിട്ട് പിന്നെ ആ ഒരു ദുഷ്ടയായ അമ്മായിയമ്മയുടെ പിന്നെ മരുമകളായിട്ടാണ് ആ മരുമകൾ അമ്മായിയമ്മയ്ക്ക് നല്ലോണം മറുപടി കൊടുക്കുന്ന ഒരു സീനാണ് രേവതി ചേച്ചി അന്ന് അഭിനയിച്ച് ഡയലോഗ് പറഞ്ഞത് അടിപൊളിയായിരുന്നു. അത് എല്ലാവരും ഒറ്റ ഡേക്ക് തന്നെ ഓക്കെ എന്നൊക്കെ ഇങ്ങനെ വർഷം അറിയുമ്പോൾ ആഹാ അങ്ങനെ ഉണ്ടായോ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങുമ്പോൾ ശ്രുതിയൊക്കെ ആകെപ്പാടെ കണ്ണു പിടിക്കും ഇങ്ങനത്തെ കഴിവൊക്കെ ഉണ്ടോ രേവതിക്ക് എന്നുള്ളത്. അതിലാകെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. അപ്പം അത് ശരി അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ പറയും ഇവളല്ലേ ഇപ്പോൾ പിന്നെ അതൊക്കെ സീരിയലിലേ നടക്കുള്ളൂ, ജീവിതത്തിലൊന്നും നടക്കില്ല എന്ന് പറയും ചന്ദ്ര എടുത്ത വഴിക്ക്. അപ്പോൾ നമ്മുടെ ദേവ് എടുത്ത വഴിക്ക് അറിയും പിന്നെ ആര് പറഞ്ഞു ജീവിതത്തിലും നടക്കുകയൊക്കെ ചെയ്യും വേണമെങ്കിൽ എന്നറിയും. അപ്പോൾ എന്ന് പറഞ്ഞപ്പോഴേക്കും മറ്റേ രേവതി അറിയും നീ ഒന്നും മിണ്ടാണ്ടിരിക്കുക ദേവു എന്ന് പറയും. അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര പിന്നെ സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഉരുളക്കുപ്പേരി പോലെ നമുക്ക് ചന്ദ്രയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് നമ്മുടെ സച്ചി. അങ്ങനെ പക്ഷേ എന്താ വെച്ചാൽ ഈ ദേവ് നമ്മളെ ശ്രുതി ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇവരുടെ കൂടെ ചേരാത്തത്. അവർ 3 പേരും ഒറ്റക്കെട്ടാണ്. അപ്പം നമ്മുടെ വർഷയും ശ്രീകാന്തൊക്കെ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ എന്താ പ്രശ്നം നോക്കിയപ്പോൾ അങ്ങനെ 500 മാലയ്ക്ക് എല്ലാം ഓർഡർ കിട്ടിയതാണ് കേട്ടോ എന്നൊക്കെ പറയും സച്ചിയും ശ്രീകാന്തും കൂടെ. അപ്പോൾ അത് ശരി പിന്നെ എന്തായാലും നന്നായി കേട്ടോ, അത് കലക്കി അടിപൊളിയായി എന്നറിയും. അപ്പോൾ നമ്മുടെ ബാമ എടുത്ത് കഴിക്കരുത് എനിക്ക് വിശന്നിട്ട് വയ്യ ഞാനൊന്നും കഴിക്കില്ല, ഇവള് വിളിച്ചുടനെ ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിത്താ ഇവിടെ വല്ലതും ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അച്ഛാ ഫുഡ് പുറത്തുനിന്ന് വാങ്ങണം എന്നാണ് പറഞ്ഞത് എന്ന് പറയും നമ്മുടെ രേവതി. അപ്പോൾ അറിയും അത് വാങ്ങിക്കാൻ എന്താ വേണ്ടത് ചിക്കനും പൊറോട്ടയും മേടിക്കല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ശ്രീകാന്ത് എടുത്ത് വയ്ക്കും അയ്യോ പൊറോട്ട ഒന്നും വേണ്ട അത് വയറിന് നന്നല്ല, കാരണം നിങ്ങൾക്ക് രാവിലെ വരെ ഇരിക്കേണ്ടതല്ലേ വയറ് നാശമാവും, അതുകൊണ്ട് എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യാം ഇവിടെയുള്ള സാധനങ്ങൾ എടുത്തിട്ടെന്ന് പറയും. അതിൽ പറയും ഞാൻ ഉണ്ടാക്കാം പറയും ഏട്ടാ നിനക്ക് ഇത്രയും ആൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ട് റെസ്റ്റോറൻറ്റ് വരുന്ന ആൾക്കാർക്കൊക്കെ ഫുഡ് ഞാനല്ലേ ഉണ്ടാക്കി കൊടുക്കണേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്നറിയാം. അപ്പോൾ ചന്ദ്ര അടുത്ത വഴിക്ക് അറിയാം ഇവിടെ ആകെപ്പാടെ കുറച്ച് പച്ചക്കറിയും അരിയേ ഉള്ളൂ അതൊക്കെ തീർക്കാനാണോ നിൻ്റെ പരിപാടി വയ്ക്കുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു മുകളിലൊരു പ്രശ്നം വേണ്ട, സാധനങ്ങൾ ലിസ്റ്റ് തന്നാൽ മതി സാധനങ്ങൾ പോയി വാങ്ങിക്കൊണ്ടിരാൻ അറിയാം. അപ്പോൾ ആരാ പോവുക അപ്പോൾ ഇത് സുധിയാണ് ഇരിക്കുമല്ലോ സുധി അവനെ വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ ഞാൻ 7 ഡിഗ്രിയുള്ള ആൾക്കും കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങാമെന്നറിയും. അപ്പോൾ ശ്രുതി എടുത്ത് ഒഴിക്കറിയാം എന്താ ഈ ചെറിയ പയ്യന്മാരോട് പറയും പോലെ പിന്നെ ശ്രുതിയോട് പറയുന്നത് വയ്ക്കും ചെറിയ പയ്യന്മാർക്കായാലും വലിയ പയ്യന്മാർക്കായാലും കടയിൽ പോയി സാധനങ്ങൾ വാങ്ങണോണ്ട് ഒരു കുഴപ്പമില്ല, നിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വിടും നീ അത് പോയിട്ട് വാങ്ങിയും കൊണ്ട് പോകാമെന്ന് പറയും. അതിനിങ്ങനെ മടിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ രവി പറയും പോയി വാങ്ങിയിട്ട് വാടാ എന്ന് പറയും. അങ്ങനെ പോവുകയാണ് കടയ്ക്ക് പോവുകയാണ്, പൈസ സച്ചി എടുത്ത് കൊടുക്കും. എന്നിട്ട് പറയും ഞാൻ ഫോണിലേക്ക് മെസ്സേജ് വിടാൻ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വാ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയും. അത് പോരേന്ന് വയ്ക്കും ഓക്കെ എന്ന് പറയും കേട്ടോ. അങ്ങനെ എല്ലാ മനസ്സോടുകൂടി പോവുകയാണ് സുധി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ പിന്നെ കാണിക്കുന്നത് നമ്മളെ ശ്രീകാന്ത് അടുക്കളയിൽ വെജിറ്റബിളും അതൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴേക്കും സച്ചി അങ്ങോട്ട് ചെല്ലും. സച്ചി അങ്ങോട്ട് നിന്നിട്ട് അറിയും ഞാനും കൂടെ സഹായിക്കാടാന്ന് പറയും. അപ്പോൾ ഏട്ടൻ എന്താ ചെയ്യുക ഒരു പണിയും കൂടെ പഠിച്ചിരിക്കാമല്ലോ, നീ നാളെ ഒരു റെസ്റ്റോറൻറ്റ് ഇടുകയാണെങ്കിൽ എനിക്കും കൂടെ നിന്നെ സഹായിക്കാമല്ലോ, ഒരാളില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നതിന് ഇടയ്ക്കൊന്ന് സഹായിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പറയും സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അതിനെന്താ നമ്മുടെ മൂത്ത ആളെ തന്നെ വിളിക്കാൻ എന്നിട്ട് സുധീനെ വിളിക്കുക. അപ്പോൾ സുധി എന്ന് പറയും സുധി ഇവിടെ വാ എന്നൊക്കെ പറഞ്ഞു സുധിയേട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളെ കൊഞ്ചി നല്ല രസമാട്ടോ സീനൊക്കെ മിസ് ചെയ്യരുത്. സുധിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് കൊഞ്ചി വിളിക്കുകയാണ് നമ്മളുടെ സച്ചി. അതിൽ പറയും നീ എന്തിനാണ് എന്നെ കളിയാക്കി വിളിക്കുന്നത് നേരെ സംസാരിച്ചൂടെ നിനക്കറിയും. അപ്പോൾ പറയുകയാണ് സവാള മുറിക്കാൻ എന്താണ് ഈ ശ്രീകാന്ത പറഞ്ഞത് ഒന്ന് മുറിച്ച് തരുമോ എന്നറിയും. സവാള മുറിക്കാനൊന്നും എൻ്റെ 7 ഡിഗ്രി അവിടെ കിടക്കട്ടെ അങ്ങനെ കൊഞ്ചിട്ട് നമ്മളെ സച്ചി ആ ടോണേ മാറിപ്പോയി. അതിൽ പറയും ഇങ്ങനെ നീ കളിയാക്കണ്ട നേരെ പറയുന്നൊക്കെ അങ്ങനെ പറയുകയാണ്. അങ്ങനെ അവിടുന്ന് പിന്നെ സവാള മുറിക്കുമ്പോഴേക്കും രവി വരും എന്താ പറയുമ്പോൾ സവാള മുറിക്കാൻ കാര്യം ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ 7 ഡിഗ്രിയുള്ള ആളെങ്ങനെ സവാള മുറിക്കാൻ ഇത്രയും ഡിഗ്രിയുള്ള ആൾക്കൊരു സവാള മുറിക്കാൻ പോലും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെങ്ങനെ കളിയാക്കുകയാണ് നമ്മുടെ എന്താ പറയുക ഇവനെ സുധീനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കഥ പോണത്. ആരും മിസ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം. താങ്ക് യു.